നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ചൂടിന് ആശ്വാസമായി മഴ പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിന് ഭീഷണിയും കൂടുകയാണ്. കുറച്ചു വർഷങ്ങളായി കേരളത്തിന്റെ കാലാവസ്ഥ പ്രവചനങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഗോള കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഈ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നമ്മളെയും ബാധിക്കുന്നുണ്ട്. ഓരോ വർഷവും വേനൽ ചൂട് റെക്കോർഡിട്ട് കടന്നു പോകുന്നു. വേനലും മഞ്ഞും മഴയും ഒക്കെയുമായി ഒരു താളക്രമം ഉണ്ടായിരുന്ന കാലത്തിൽ ഇപ്പോൾ കണക്ക് തെറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ എൽ നിനോ, ലാ നിനോ പോലുള്ള പ്രതിഭാസങ്ങൾ കൂടി കടന്നു വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ തീവ്രത വീണ്ടും വർദ്ധിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് ശക്തമാകുമെന്നാണ് സൂചന. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തെക്കേ ഇന്ത്യയിൽ കിഴക്കൻ കാറ്റ് ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. അതോടൊപ്പം അറബിക്കടലിൽ മാഡൻ ജൂലിയൻ ഓസിലേഷന്റെയും പസഫിക് സമുദ്രത്തിൽ ലാ നിനയുടെയും സാന്നിധ്യമുണ്ട്. ഇക്കാരണങ്ങളാലാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് യെല്ലോ അലേർട്ടാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം. കേരളീയർക്ക് ഈ പേര് ഇപ്പോൾ പരിചിതമായി. കാരണം കാലങ്ങളായി ഇപ്പോൾ വരുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകളിൽ കള്ളക്കടൽ പ്രതിഭാസം എന്നുള്ള വാക്ക് സ്ഥിരമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് 21-ന് രാവിലെ 8:30 വരെ 0.5 മുതൽ 1.0 മീറ്റർ വരെയും, തമിഴ്നാട് തീരത്ത് 2:30 വരെ 0.7 മുതൽ 1.0 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കുക. അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുനാമിയുമായി സമാനതകളുള്ള പ്രതിഭാസം അപ്രതീക്ഷിതമായി എത്തി തീരം വിഴുങ്ങുന്നതിനാലാണ് തീരദേശവാസികൾ കള്ളക്കടൽ എന്ന് പേരിട്ടത്. കള്ളക്കടൽ രൂപപ്പെടുന്നതോടെ തീരം ഉള്ളിലോട്ട് വലിയും. പിന്നീട് വൻ തിരമാലകൾ തീരത്ത് അടിച്ചു കയറും. നിലവിൽ ഇതിനെല്ലാം കാരണം അറബിക്കടലിൽ എംജിഒയുടെയും പസഫിക് സമുദ്രത്തിൽ ലാ നിനയുടെയും സാന്നിധ്യം എന്നാണ് അറിയിക്കുന്നത്. 2024 കാലവർഷം അവസാനിക്കും മുമ്പ് ലാ നിന പ്രവചിക്കപ്പെട്ടിരുന്നു. US അന്തരീക്ഷ സമുദ്ര ഏജൻസിയുടെ പ്രവചന പ്രകാരം മെയ് 2024 തന്നെ ലാ നിന പ്രവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഓസ്ട്രേലിയൻ കാലാവസ്ഥ ഏജൻസി BOM ഓഗസ്റ്റിലാണ് ലാ നിന പ്രവചിച്ചിരുന്നത്. ശീതകാല മഴക്കാലം തുടങ്ങുന്ന ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാകും ലാ നിന ഉണ്ടാകുക. ഈ സമയം ഏതാനും ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനവും ഉണ്ടാകും. പസഫിക് സമുദ്രോപരിതലത്തെ അസാധാരണമായ വിധത്തിൽ തണുപ്പിക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് ലാ നിന. മാർച്ച് മുതൽ വേനൽ മഴയുടെ സീസണാണ്. ഈ സമയം ലാ നിന വേനൽ മഴ കൂട്ടും. ഭൂമധ്യരേഖാ പ്രദേശത്തെ സമുദ്ര ഉപരിതല താപനില 0 മുതൽ -4 ഡിഗ്രി വരെ താഴുമ്പോഴാണ് ലാ നിന പ്രവചിക്കപ്പെടുന്നത്. വർഷാവസാനം ലാ നിന വരുന്നത് പതിവുള്ളതല്ല. 2005, 2006 വർഷാവസാനം ലാ നിന വന്നിരുന്നു. ലാ നിന വരുമ്പോൾ ശീതകാല മഴയിൽ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1950 മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ലാ നിന ഉണ്ടായപ്പോഴെല്ലാം മഴ സാധാരണയേക്കാൾ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. 2022 മാത്രമാണ് ഇതിന് മാറ്റമുണ്ടായത്. അതായത് വരും മാസങ്ങളിൽ ഇനി ലാ നിന പ്രതിഭാസം മൂലം നമ്മുടെ കാലാവസ്ഥയും ആകെ തകിടം മറിയുന്ന സ്ഥിതി ഉണ്ടാകും. ഇത്തവണ മഴ കുറയുമോ, വേനൽ നീളുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. എന്നാൽ എല്ലാ തവണയും ഒരുപോലെ ആയിരിക്കില്ല ഇവയുടെ സ്വാധീനം.